അപ്പോഴേ ഈ പ്രാവശ്യത്തെ ഈദ് ഹോളിഡേയ്സിന് ഞങ്ങൾ പോയത് വാദി ഷീസിലേക്കാണേ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കസിൻസൊക്കെ കൂടെയുണ്ടേ. പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണേ. അപ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ അവസ്ഥയെന്ന്. ഇത് കണ്ടോ, ഇരുവശങ്ങളും മലകളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, നല്ല കാലാവസ്ഥയായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഫുഡൊക്കെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയായിരുന്നേ. അങ്ങനെ ബിരിയാണിയും പുലാവും സാലഡും കുബൂസും അങ്ങനെ കുറേ ഐറ്റംസ് കൊണ്ടുപോയായിരുന്നേ. ഇതൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. കഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്കുള്ള സ്ഥലമൊക്കെ കൃഷി സ്ഥലങ്ങളാണേ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോയേ. നമ്മുടെ നാട്ടിലൊക്കെയുള്ള കൃഷി സ്ഥലങ്ങൾ പോലെ സ്റ്റെപ്പുകൾ കയറി മേളിലോട്ട് ഇങ്ങനെ സ്ഥലങ്ങൾ കിടക്കുവാണേ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കയറി നോക്കുകയാണ്. ശരിക്കും കേരളത്തിൽ ചെന്ന ഒരവസ്ഥയായിരുന്നേ. ചൂടും അധികം ഇല്ല. തെങ്ങിന് പകരം ഈന്തപ്പനയായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസമേ. അങ്ങനെ ഞങ്ങളവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങി നടക്കുവാണ്. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നേ. ഈ പടികളുണ്ടല്ലോ ഭയങ്കര കുത്തനെയുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചാണ് കയറിയത്. തിരിച്ചിറങ്ങാനും പാടായിരുന്നേ. ഇത് കണ്ടോ, ഇവിടുത്തെയൊക്കെ പച്ച നിറം കണ്ടോ. നാട്ടിൽ പോലും ഇത്രയും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കൂടെ ഒക്കെ ഒത്തിരി നടന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോയേ. അവിടെ ഇങ്ങനെ ചെറിയ ഇപ്പം വെള്ളമൊക്കെ കുറവാണ്. ഇങ്ങനെ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളും പാറക്കെട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ സൂപ്പർ ട്രിപ്പായിരുന്നേ.